Okay, welcome all of you to next video. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് സെറ്റുകൾ എങ്ങനെ അപ്രോക്സിമേറ്റ് എന്നുള്ള മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. ഈ അടുത്ത സെക്ഷനിൽ ഒരു എക്സസൈസും ഡെഫിനിഷൻസും ഉണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിലേഷൻസ് ആണ്. റിലേഷൻസ് എന്ന് പറയുമ്പോൾ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 ഫൈൻഡ് ഓൾ ordered pairs xy such that x element of A and y element of B. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എ സെറ്റ് എടുത്തു 1 2 ഫൈൻഡ് ഓൾ ordered pairs xy such that x element of A and y element of B എന്ന് പറഞ്ഞാൽ y element of A ഇവിടെ തന്നിരിക്കുന്നത് എ എന്നുള്ള സെറ്റ് ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഓർഡേഡ് പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് മെത്തേഡ് ഇത്രേ ഉള്ളൂ. നമുക്ക് രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. ഇപ്പം എ എന്നുള്ള സെറ്റ് എടുക്കുന്നു. എ ഈക്വൽ ടു സെറ്റ് 1 2 എ ഈക്വൽ ടു സെറ്റ് 1 2 എന്നെടുക്കുന്നു. വീണ്ടും ഞാൻ എ തന്നെ എടുത്തു. എ ഈക്വൽ ടു സെറ്റ് 1 2. ഇനി എന്താ ചെയ്യുന്നത്? രണ്ടും സെയിം സെറ്റുകൾ തന്നെയാണ്. ഓർഡേഡ് പേഴ്സ് എടുക്കാൻ പോവാണ്. ഓർഡേഡ് പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 എടുക്കുന്നു, ഇവിടെ 1 എടുക്കുന്നു. അപ്പോൾ 1 1. അപ്പോൾ ഇവിടെ പ്രത്യേകത ഓർഡേഡ് പെയർ എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തിൻ്റെ കാര്യമുണ്ട്. 1 എന്ന് പറയുന്നത് എയിൽ നിന്ന് വന്നു, ഈ 1 എയിൽ നിന്ന് വന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകത രണ്ടും സെയിം സെറ്റാണ് എടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന എല്ലാ പോസിബിലിറ്റീസ് നമ്മൾ എടുക്കണം, എല്ലാ പോസിബിലിറ്റീസ്. ഇപ്പോൾ 1 1, അടുത്തത് 1 2 എടുക്കാം, 1 2. ഇനി ആരൊക്കെ എടുക്കാം? ഇവിടെ 2 എടുക്കുമ്പോൾ ഇവിടെ 1 എടുക്കാം. സോ 2 1. ഇനി ഇവിടെ 2 എടുക്കുമ്പോൾ ഈ 2 എടുക്കാം. സോ 2 2. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ പേഴ്സിനെയും നമ്മൾ ലിസ്റ്റ് ചെയ്തു, എല്ലാ ഓർഡേഡ് പേഴ്സിനെയും ലിസ്റ്റ് ചെയ്തു. അപ്പോൾ ഓർഡേഡ് പേഴ്സിൻ്റെ പ്രത്യേകത ഇതാണ്, സ്ഥാനത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഓർഡേഡ് പെയർ 1 2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 1 ഇസ് ഇൻ ഫസ്റ്റ് 1 ഇസ് ദ ഫസ്റ്റ് കമ്പോണൻറ്റ് ആൻഡ് 2 ഇസ് ദ സെക്കൻഡ് കമ്പോണൻറ്റ്. അപ്പോൾ ആ ഓർഡർ മാറാൻ പാടില്ല. അതായത് നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല, ഓർഡേഡ് പെയർ 1 2 ഇസ് ഈക്വൽ ടു ഓർഡേഡ് പെയർ 2 1 എന്ന് പറയാൻ പറ്റില്ല. ഇത് നോട്ട് ഈക്വലാണ്. കാര്യം നോക്കുന്നതിനാണ്, ഫസ്റ്റ് കമ്പോണൻറ്റ് 1 ആണെങ്കിൽ ഇവിടുത്തെയും ഫസ്റ്റ് കമ്പോണൻറ്റ് 1 ആയിരിക്കണം. അപ്പോൾ അതല്ല. അതേസമയം ഇങ്ങനെ വേണേൽ പറയാം, സെറ്റ് 1 2 ഇസ് സെയിം ആസ് സെറ്റ് 2 1 എന്ന് ചേർക്കാം. അത് കുഴപ്പമില്ല. കാര്യം സെറ്റിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് എന്താ, രണ്ട് സെറ്റുകൾ ഈക്വൽ ആകാനുള്ള കണ്ടീഷൻ ഇതേ ഉള്ളൂ. ഇവിടെയുള്ള എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ 1 ഉണ്ട്, അത് ഇവിടെയും ഉണ്ട്. ഇവിടെ 2 ഉണ്ട്, അത് ഇവിടെയും ഉണ്ട്. ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അതേസമയം ഓർഡേഡ് പെയർ വരുമ്പോൾ അങ്ങനെയല്ല. ഓർഡേഡ് പെയറിന് സ്ഥാനത്തിന് പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കുക. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കത് ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ അതൊന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഓർഡേഡ് പേഴ്സിലൂടെ ലിസ്റ്റ് ചെയ്തു. അടുത്തത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കാണാൻ പോവുകയാണ്. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നു, രണ്ട് സെറ്റുകൾ എടുക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 എന്ന് എഴുതിയിട്ടുണ്ട്. എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 4 5. അടുത്തത് ഞാൻ എഴുതുന്നത് എ ക്രോസ് ബി. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇൻഡു സൈനാണ് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഓർഡേഡ് പേഴ്സും ലിസ്റ്റ് ചെയ്യും. അതായത് അപ്പോൾ എയ്ക്കകത്തു നിന്ന് ആദ്യമായിട്ട് എയിലെ 1 എടുക്കുന്നു, ബിയിലെ 4 എടുക്കുന്നു. അപ്പോൾ 1 4. ഇനി എയിൽ 1 എടുക്കുമ്പോൾ തന്നെ ബിയിലെ 5 എടുക്കാം. അപ്പോൾ 1 5. അപ്പോൾ എയിലെ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 4 1 5 വന്നു. ഇനി എയ്ക്കകത്തു നിന്ന് 2 കൺസിഡർ ചെയ്യുന്നു. അപ്പോഴും നമുക്ക് ബിയിലെ ആരൊക്കെ എടുക്കാം? 4 എടുക്കാം, 5 എടുക്കാം. സോ 2 4 2 5. ഇനി എയിലെ 3 എടുക്കുന്നു. 3 എടുക്കുമ്പോൾ ബിയിലെ 4 5 എടുക്കാം. 3 4 3 5. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ പോസിബിലിറ്റീസും ലിസ്റ്റ് ചെയ്യുന്നു, എല്ലാ ഓർഡേഡ് പേഴ്സും നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പുതിയ സെറ്റ് കിട്ടുന്നു. ആ സെറ്റിനെ വിളിക്കുന്നവരാണ് ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അതിനെ നമ്മൾ എങ്ങനെ എഴുതും? എ ക്രോസ് ബി എഴുതുമ്പോൾ എ ക്രോസ് ബിയിലെ എല്ലാ എലിമെൻറ്റുകളുടെയും രൂപം എന്തായിരിക്കും? ഓർഡേഡ് പെയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നു, എ ക്രോസ് ബി കൺസിസ്റ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ദ ഫോം എ ബി. ഈ ഒരു ഫോമിലായിരിക്കും എല്ലാവരും ഉണ്ടാകണം. ഇനിയും ആ എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറയുകയാണ്. പ്രത്യേകത എന്താ? ഈ പറയുന്ന എ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും എവിടെ ആയിരിക്കണം?
ക്യാപിറ്റൽ എയിലായിരിക്കണം, അതായത് എ എലമെൻറ്റ് ഓഫ് എ ആയിരിക്കണം. ഇനി കോമ ഇട്ടിട്ട് ബിയെ പറ്റി എന്ത് പറയാം? ബി നിർബന്ധമായിട്ടും എവിടെ ആയിരിക്കണം? ബിയിലായിരിക്കണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എ ക്രോസ് ബി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം എ ക്രോസ് എ എന്താണെന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എ ക്രോസ് എയുടെ ഡെഫിനേഷൻ എന്തായിരിക്കും? എ ക്രോസ് എ മീൻസ് ഇതേപോലെ നമുക്ക് ഡെഫിനേഷൻ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ദ ഫോം എ ബി. അപ്പോൾ നിങ്ങളിവിടെ ബി കണ്ടെന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ വരണ്ട. നമ്മളെപ്പോഴും എഴുതുന്നത് ഇങ്ങനെയാണ്. വേണമെങ്കിൽ ഓഡേഡ് പെയർ എ ബി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ഓഡേഡ് പെയർ എക്സ് വൈ എന്നാണ്. ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമല്ല, നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് കാര്യം, അതിനെ ഡിഫൈൻ ചെയ്യുന്നതിനാണ് കാര്യം. സോ എ ക്രോസ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് എ ബി സച്ച് ദാറ്റ് ഇൻ ദ കണ്ടീഷൻ ഈ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ എയിലായിരിക്കണം. സോ എ എലമെൻറ്റ് ഓഫ് എ. അതേപോലെ സെക്കൻഡ് എലമെൻറ്റ് ബി, ആ ബി എവിടെ തന്നെ ആയിരിക്കണം? എയിലായിരിക്കണം. സോ ബി എലമെൻറ്റ് ഓഫ് എ. അപ്പോൾ ഇതാണ് എ ക്രോസ് എ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എ ക്രോസ് ബിയും ബി ക്രോസ് എയും. ഇനി ഇതേപോലെ ബി ക്രോസ് എ ഡിനോട്ട് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ബി ക്രോസ് എ? ബി ക്രോസ് എ എഴുതുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ദ ഫോം ബി എ എന്ന് നിർബന്ധമൊന്നുമില്ല, എങ്ങനെ തന്നെ കൊടുക്കാം, എ ബി തന്നെ കൊടുക്കാം, അതിന് മാറ്റം വരുത്തണമെന്നില്ല. പക്ഷേ കണ്ടീഷൻ മാറും. ഇവിടുത്തെ എ എന്ന് പറയുന്നത് ആദ്യത്തെ സെറ്റിലായിരിക്കണം. സോ എ എലമെൻറ്റ് ഓഫ് ബി. അതേപോലെ ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റിലായിരിക്കണം, കോമ ബി എലമെൻറ്റ് ഓഫ് എ. ഇങ്ങനെ വേണം ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ബി ക്രോസ് എ. അപ്പോൾ ഇത്തരത്തിൽ എ ക്രോസ് ബി, ബി ക്രോസ് എ ഒക്കെ തന്നെ നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പോൾ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാനുള്ളത് ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ എങ്ങനെ ഒരു ഗ്രാഫ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഹൗ വിൽ യു റെപ്രസെൻറ്റ് എ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇൻ എ ഗ്രാഫ്? അത് നോക്കാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, ഇതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങളാണ് നോക്കാം. എങ്ങനെയാണ് ഒരു ഗ്രാഫ് ഉപയോഗിച്ച് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കാം. എ ഈസ് ദ ഇൻ്റർവൽ 1, 4. അപ്പോൾ എയുടെ ഇൻ്റർവൽ ശ്രദ്ധിച്ചുള്ള ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എയുടെ ഇൻ്റർവൽ 1, 4 എന്നാണ്. ഈ 1, 4ൻ്റെ പ്രത്യേകത എന്താ? ഇങ്ങനെയാണ് 1, 4 എന്ന് എഴുതിയിരിക്കുന്നത്. ലെഫ്റ്റ് ക്ലോസ്ഡും റൈറ്റ് ഓപ്പണുമാണ് എന്ന് പറഞ്ഞ അർത്ഥം എയ്ക്കകത്ത് ആരൊക്കെ വരും? ഇതാണ് എ. എയ്ക്കകത്തുള്ള എക്സുകളുടെ പ്രത്യേകത എന്താ, അല്ലെങ്കിൽ എലമെൻറ്റുകളുടെ പ്രത്യേകത എന്താ? ആ എലമെൻറ്റുകൾ 1നും 4നും ഇടയിലായിരിക്കാം, പക്ഷേ 1 ആവാം, അല്ലേ? 1 ഉറപ്പായിട്ടാകാം. അതാണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് എഴുതുന്നത്. അടുത്തത് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ 4 ആകാൻ പാടില്ല, 4ൽ കുറവുള്ളത്. അപ്പോൾ നമുക്ക് നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് 1, ഇത് 4 എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? 1 മുതൽ ഉള്ള എലമെൻറ്റ്സിനെ എല്ലാം ഉൾപ്പെടുത്താം. എന്നാൽ ആരെ ഉൾപ്പെടുത്താൻ പാടില്ല? 4നെ ഉൾപ്പെടുത്താം. ഞാൻ 4നെ ഉൾപ്പെടുത്തുന്നത് കാണിക്കാൻ വേണ്ടി ഒരു 0 ഇവിടെ കൊടുത്തു. അപ്പോൾ 1 എടുക്കാം, എന്നാൽ 4നെ ഒഴിവാക്കി. അങ്ങനെയുള്ള എല്ലാ എലമെൻറ്റ്സിനെയും കൂടെ എടുക്കുന്ന സെറ്റാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ എ എന്നുള്ളത് ഇവിടെ എടുത്തു. അതേപോലെ ബി ഈസ് ദ ഇൻ്റർവൽ 2, 4. അപ്പോൾ ബിയുടെ പ്രത്യേകത എന്താ? ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഓപ്പൺ ഇൻ്റർവൽ ലെഫ്റ്റ് ഓപ്പൺ റൈറ്റ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ അർത്ഥം 2 ഒഴിവാക്കുന്നു, എന്നാൽ 2നും 4നും ഇടയിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുന്നു, ഇൻക്ലൂഡിങ് 4. അപ്പോൾ അതാണ് 2, 4 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2, 4 ഇതാ ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ അതിനർത്ഥമാണ് 2 ഒഴിവാക്കി. 2ന് ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നെങ്കിൽ അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരുമായിരുന്നു. എന്നാൽ 4നെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ ഇതിനെ നമ്മൾ ആ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിനെ ഞാൻ ഈ ഒരു രീതിയിൽ ആദ്യമായിട്ട് എഴുതി. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനിയത്തെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് യു ജസ്റ്റ് ഡ്രോ എ ആൻഡ് ബി. അപ്പോൾ എയും ബി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, എ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ് ആക്സ് വരയ്ക്കും. എക്സ് ആക്സ് വരയ്ക്കുമ്പോൾ അതിനകത്ത് എ കിട്ടും. ഇത് എക്സ് ആക്സിസ് റെപ്രസെൻറ്റ്സ് വിച്ച് സെറ്റ് എ. നൗ ഡ്രോ വൈ ആക്സിസ് ആൻഡ് വൈ ആക്സിസ് റെപ്രസെൻറ്റ്സ് വിച്ച് സെറ്റ് ബി. അപ്പോൾ എയും ബിയും നമുക്ക് അവിടെ വരയ്ക്കാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ? ഇവിടെ ഈ പിക്ചർ നോക്കിയാൽ അറിയാം. ഞാൻ പിക്ചറിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1 മുതൽ
4 വരെ നമുക്ക് എന്തായാലും ഉൾപ്പെടുത്തണം. 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ എനിക്ക് ഉൾപ്പെടുത്തണം. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളെ ഉൾപ്പെടുത്താനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് നോക്കുക. എ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ടുവേർഡ്സ് ലെഫ്റ്റാണ് എ കൺസിഡർ ചെയ്യുന്നത്. ടുവേർഡ്സ് ലെഫ്റ്റ് എ കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് എയിൽ 1 മുതൽ 4 വരെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യുന്നു? ഇതാ ഇവിടെ ഈ ഒരു ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഈ മുകളിലത്തെ ഈ ലൈനാണ്. ഈ മുകളിലത്തെ ലൈൻ, ഈ മുകളിലത്തെ ലൈനിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്ത് എയ്ക്കകത്തുള്ള എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട്. എയ്ക്കകത്തുള്ള എല്ലാവരും വരും. അപ്പോൾ ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഈ മുകളിലത്തെ. അപ്പോൾ നിങ്ങൾ ബുക്കിലേക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വേണം വരയ്ക്കാനായിട്ട്. ആദ്യം മുകളിലത്തെ ലൈൻ കൊടുക്കുക. ഈ മുകളിലത്തെ ലൈനിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്ത് ഇപ്പോൾ ഈ ലൈനിൽ ഏത് പോയിന്റ് എടുത്തോളൂ, ആ പോയിന്റിനകത്തെല്ലാം എക്സ് കോർഡിനേറ്റ് ഏതായിരിക്കും? എയിലുള്ള എല്ലാവരും വരും അല്ല. നോക്കിയപ്പോൾ ഇവിടെ 1, ഈ പോയിന്റ് ഇത് ആരാവുന്നത്? ഇതിപ്പോൾ 1 4 എന്നാണ് അല്ലേ. 1 4 ഇവിടെ വരുന്നത്. ഇതിനെ വിളിക്കുന്നത് 1 4 എന്നാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ വേണം വായിക്കാം. ഇതിനകത്ത് ഈ ലൈൻ ആദ്യം വരയ്ക്കുക. ഈ ലൈനിൻ്റെ പ്രത്യേകത ഇതാണ്. ഈ ലൈനിനകത്ത് ഈ എയിലെ എല്ലാവരും വരുന്നുണ്ട്. കാര്യം ഈ ലൈനിലെ പോയിന്റ് നോക്കിയാൽ അറിയാം. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആരായിരിക്കും? എയിലെ 1 ആയിരിക്കും. അടുത്ത് ഈ പോയിന്റ് എടുക്കുക. ഈ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് 2 ആയിരിക്കും. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 3 ആയിരിക്കും. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 4 ആയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഈ ലൈനിൽ ഈ പറയുന്ന എല്ലാവരും വന്നിട്ടുണ്ട്. അടുത്തത് ഞാൻ വരയ്ക്കാൻ പോകുന്നത് അത് ഈ ലൈനാണ്. ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താ? ഇതിനകത്ത് ബിയിലെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 to 4 എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ 2 ആണ്. 2 മുതൽ 4 വരെ. അപ്പോൾ ഇവിടെ വരച്ചതിനകത്ത് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി 2 ആണ്. ഇത് 2, ഇത് 4. 2 to 4 ഉള്ള എല്ലാവരെയും ഇവിടെ ഉൾപ്പെടുത്തുക. അപ്പോൾ 2 വെർട്ടിക്കൽ ലൈൻസ്, ഒരു വെർട്ടിക്കൽ ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അടുത്തത് വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇനിയും അടുത്തതായിട്ട് എനിക്ക് ചെയ്യാനുള്ളത് എ ക്രോസ് ബി എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ് അറിയേണ്ടത്. എ ക്രോസ് ബി. അപ്പോൾ എ ക്രോസ് ബിയുടെ പ്രത്യേകത എന്താ? എ ക്രോസ് ബിക്കകത്ത് നമുക്ക് എ പൂർണ്ണമായിട്ടുണ്ടാവണം. എയിലെ എല്ലാവരും ഉണ്ടാവണം. അതുപോലെ തന്നെ ബിയിലെ എല്ലാവരും ഉണ്ടാവണം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എയ്ക്കകത്ത് ആരുണ്ടാകാൻ പാടില്ല? ഈ പറയുന്ന എയ്ക്കകത്ത് 4 ഉണ്ടാകാൻ പാടില്ല. ബിക്കകത്ത് 4 ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കിയെന്ന് നോക്കിക്കേ. ഇവിടെ കണ്ടില്ലേ? ഇതാ ഇതിങ്ങനെ വരച്ചപ്പോൾ ഇതാ ഈ എയ്ക്കകത്തു നിന്ന് ഞാൻ 4 ഒഴിവാക്കി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഫസ്റ്റ് കമ്പോണൻറ്റിനകത്ത് ഇവിടെ ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് വ്യക്തമാണ്. ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ പ്രത്യേകത എന്താ? ഈ വെർട്ടിക്കൽ ലൈനിൽ ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻ ഇട്ടിട്ടുണ്ട്. ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ച വെർട്ടിക്കൽ ലൈനാണ്. ആ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ച വെർട്ടിക്കൽ ലൈനിൻ്റെ പ്രത്യേകത ഇതാണ്. നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് 4ന് മുകളിൽ അല്ലേ, എക്സ് ആക്സിസ് കറസ്പോണ്ടിങ് 4ന് മുകളിൽ ഡോട്ടർ ലൈൻ ഉണ്ട്. 4ന് മുകളിൽ ഡോട്ടർ ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ എന്തായിരിക്കും? നമ്മൾ എയിലെ 4നെ ഉൾപ്പെടുത്തിയിട്ടില്ല. എയിലുള്ള 4നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഡോട്ടർ ലൈൻ കൊടുക്കുന്നു. കാരണം എയ്ക്കകത്ത് ആരെ ഉൾപ്പെടുത്തിയിട്ടില്ല? 4നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ബിക്കകത്ത് ആരെ ഉൾപ്പെടുത്താത്തത്? 2വിനെയാണ് ഉൾപ്പെടുത്താത്തത്. അതുകൊണ്ട് ബി വരച്ചിരിക്കുന്നത് വെർട്ടിക്കൽ ലൈനാണ്. ആ വെർട്ടിക്കൽ ലൈനിൽ 2വിന് നേരെ എന്ത് കൊടുക്കുക? ഡോട്ടർ ലൈൻ കൊടുക്കുക. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊന്ന് റബ്ബ് ചെയ്ത് കാണിക്കാം. അപ്പോൾ വ്യക്തമാവും എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ക്ലിയർ ആക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വിൽ ഡ്രോ എയെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എ 1 to 4 ആണ് വരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇത് ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് എ റെപ്രസെൻറ്റ് ചെയ്യുന്നു. വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ച് ബി റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനിയും നമുക്ക് എന്താ ചെയ്യേണ്ടത്? എയിലെ 4നെ ഒഴിവാക്കേണ്ടതുകൊണ്ട് ഈ 4ന് മുകളിൽ ഡോട്ടർ ലൈൻ കൊടുക്കുക. അതേപോലെ ബിയിലെ 2വിനെ ഒഴിവാക്കണം. അതുകൊണ്ട് ഈ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഈ 2 ഒഴിവാക്കണം. ബിക്കകത്ത് 2വിനെ ഒഴിവാക്കണം. അതുകൊണ്ട് ഇവിടെ 2വിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഡോട്ട് കൊടുക്കുക. 4നെ ഒഴിവാക്കാനായിട്ട്
ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് ആക്ച്വലി എ, ഇതാണ് ബി. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡോട്ട് ലൈൻ കൊടുക്കുക. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ കിട്ടും. ഇനിയും അടുത്തത് എനിക്ക് എ ക്രോസ് ബി ആണ് വേണ്ടത്. അപ്പോൾ എ ക്രോസ് ബി എഴുതുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എ ക്രോസ് ബിക്ക് അകത്ത് എല്ലാ പോസിബിലിറ്റീസും വരും. അപ്പോൾ എ ക്രോസ് ബി ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ അങ്ങ് ഷെയ്ഡ് ചെയ്തിരിക്കുക ഉണ്ടല്ലേ എ ക്രോസ് ബി. കാര്യം എ ക്രോസ് ബി അങ്ങനെ ഷെയ്ഡ് ചെയ്യാനുള്ള കാര്യം വേറൊന്നുമല്ല. നോക്കാം, എ ക്രോസ് ബിക്ക് അകത്ത് ആരൊക്കെ വരുന്നുണ്ട്? ഫോർ എക്സാമ്പിൾ നമുക്ക് 1 4 അല്ലെ 1 2 എ ക്രോസ് ബിയിൽ വരും. എ ക്രോസ് ബിയിൽ വരുന്ന എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? കണ്ടീഷൻ എന്തേ ഉള്ളൂ? ഫസ്റ്റ് കമ്പോണൻറ്റ് എയിലായിരിക്കണം. ഓക്കെ, എയിലാണല്ലോ. സെക്കൻഡ് കമ്പോണൻറ്റ് ബിയിലായിരിക്കണം. ഓക്കെ, ബിയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കാം 1 3. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് എയിലാണ്. ഓക്കെ, സെക്കൻഡ് കമ്പോണൻറ്റ് ബി എടുത്തു, ആ ബി 3 എടുത്തു, ആ 3 എവിടെ ഉണ്ട്? ബിയിലുണ്ട്. അപ്പോൾ 1 3ക്ക് എന്തായാലും സ്ഥാനമുണ്ട്. ഞാൻ നോക്കാം, ഇവിടെ 1 3 എന്ന് പറയുന്നത് എവിടെ വരും? ഇതാണ് 1 3, ഇതാണ് 1 3. അപ്പോൾ 1 3 ഉൾപ്പെടുത്തണം. അതേപോലെ 3 3 ഉൾപ്പെടുത്തണം. 3 3, കാര്യം 3 3 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഫസ്റ്റ് കമ്പോണൻറ്റ് എയിലാണ്. ഓക്കെ, എയിലാണ്. സെക്കൻഡ് കമ്പോണൻറ്റ് ബിയിലാണ്. അപ്പോൾ 3 3 ഉൾപ്പെടുത്തി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ പോയിൻറ്റ്സും എവിടെ വരും? എ ക്രോസ് ബിയിൽ വരും. അപ്പോൾ എ ക്രോസ് ബിയുടെ പ്രത്യേകത എന്താ? എ ക്രോസ് ബിയിലെ എലമെൻറ്റ്സ് ഫസ്റ്റ് കമ്പോണൻറ്റ് എയിലായിരിക്കണം, സെക്കൻഡ് കമ്പോണൻറ്റ് ബിയിലായിരിക്കണം. അപ്പോൾ അങ്ങനെ ഇതിനകത്തുള്ള ഏത് പോയിന്റ് നോക്കിയാലും, ഫോർ എക്സാമ്പിൾ പറഞ്ഞു, ഇതാ ഈ പോയിന്റ് എടുത്ത്, ഈ പോയിന്റ് ഏതാ? ഈ പോയിന്റ് എന്ന് പറയുന്നത് 3 2 ആണ് അല്ലേ? 3 2, 3ക്കും 2നും കറസ്പോണ്ടിങ് ഉള്ള പോയിന്റാണ് 3 2. അപ്പോൾ 3 2 അല്ല, 3 2 ആണോ 3 1 ആണോ? അപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ വരച്ചിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു, ഇത് ആക്ച്വലി എത്രയാണ്? ഇത് 2 ആണ്, ഇത് 2ഉം ഇത് 4ഉം ആണ്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും 3 എന്ന് കൊടുക്കാം, കാര്യമില്ല. അങ്ങനെ കൊടുത്താൽ മതി. ഇവിടെ 1 എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ കിട്ടുന്ന സെറ്റിൻ്റെ പേരാണ് എ ക്രോസ് ബി. അപ്പോൾ എ ക്രോസ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അത് കൂടുതലായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ഡയറക്റ്റായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും എ ക്രോസ് ബിയുടെ റെപ്രസെൻറ്റേഷനാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. നമ്മൾ എ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എക്സ് ആക്സിസ് യൂസ് ചെയ്യുന്നു, ബി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് വൈ ആക്സിസ് യൂസ് ചെയ്യുന്നു. അടുത്തത് എ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഹൊറിസോണ്ടലാണ്. അപ്പം എയിൽ വരുന്നതെല്ലാം ഹൊറിസോണ്ടൽ ലൈനിൽ കാണിച്ചിരിക്കുക. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ആ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ പ്രത്യേകത ഇതാണ്, 1 to 4 ആണ് വരച്ചിരിക്കുന്നത്. 1 to 4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 മാർക്ക് ചെയ്യുക, ഇവിടെ 4 മാർക്ക് ചെയ്യുക. അപ്പോൾ 1നും 4നും ഇടയ്ക്ക്. ഇനി അപ്പോൾ ആദ്യം ഈ 1ഉം 4ഉം കൂടെ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കുക. ഏറ്റവും എളുപ്പമാർക്ക് ഞാൻ പറഞ്ഞുതരാം. 1ഉം 4ഉം ആദ്യം മാർക്ക് ചെയ്ത് വെക്കുക. ബിയുടെ പ്രത്യേകത എന്താ? 2നും 4നും ഇടയിലാണ്. അപ്പോൾ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. അപ്പോൾ ഞാൻ ഈ 2ഉം 4ഉം ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക. 2 4 മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ഒരു മാർഗ്ഗം പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എയുടെ വാല്യൂ ഇവിടെ മുതൽ ഇവിടെ വരിക 1നും 4നും ഇടയിലാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഏറ്റവും എളുപ്പത്തിൽ ഒരു റെക്റ്റാങ്കിൾ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പ മാർഗ്ഗം. ഞാൻ 1ൽ കൂടി ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു, 4ൽ കൂടി ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. അപ്പോൾ എന്തായാലും ഈ ബൗണ്ടറിക്കിടയിൽ നിൽക്കണം. അതേപോലെ ബിയുടെ ബൗണ്ടറി 2നും 4നും ഇടയിൽ നിൽക്കണം. അപ്പോൾ ഞാൻ 2ൽ കൂടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു, 4ൽ കൂടെ വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? അത് പെൻസിൽ കൊണ്ട് വരച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരച്ചാൽ മതി. എന്നിട്ട് ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ അങ്ങ് റബ്ബ് ചെയ്താൽ മതി. അതായത് ഇത് മാത്രം നിർത്തുക, ഈ ഭാഗം മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം? അങ്ങ് കട്ട് ചെയ്ത് കളയണം. ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് കറക്റ്റ് റെക്റ്റാങ്കിൾ കിട്ടും. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? അപ്പോൾ അവസാനം കിട്ടാൻ പോകുന്ന ആ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത, ഈ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഈ റെക്റ്റാങ്കിളിൽ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഏതിനിടയിലായിരിക്കും? 1നും 4നും ഇടയിലായിരിക്കും. 1നും 4നും ഇടയിലായിരിക്കും എക്സ് കോർഡിനേറ്റ് വരുന്നത്. വൈ കോർഡിനേറ്റ് ഏതിനിടയിലായിരിക്കും? 2നും 4നും ഇടയിലായിരിക്കും. എന്നിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ റെക്റ്റാങ്കിൾ അങ്ങ് വരയ്ക്കുക. വരച്ച ശേഷം ഇവിടെ മാത്രം എന്ത് ചെയ്യുക? ഡോട്ടഡ് ലൈൻസ് യൂസ് ചെയ്യുക. ഡോട്ടഡ് ലൈൻസ് ഇവിടെ യൂസ് ചെയ്യുക. കാര്യം ഡോട്ടഡ് ലൈൻസ് യൂസ് ചെയ്ത കാര്യം വേറൊന്നുമല്ല, നമുക്ക് എയിൽ നിന്നും ആരെയൊക്കെ ഒഴിവാക്കണം? എയ്ക്കകത്തുള്ള 4നെ ഒഴിവാക്കണം. എ 4 ഉണ്ട്, ആ 4ന് മുകളിലുള്ള ആ പോർഷൻസ് ഒഴിവാക്കണം. അതേപോലെ ബിയുടെ കറസ്പോണ്ടിങ് ആയിട്ട്
ടു ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ടൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പോർഷൻസും ഡോട്ടർ ലൈൻ കൊടുക്കുക, ഇങ്ങനെ ഡോട്ടർ ലൈൻസ് കൊടുക്കുക. അപ്പോൾ ഇതാണ് എ ക്രോസ് ബി. അപ്പോൾ എ ക്രോസ് ബിയുടെ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എ ക്രോസ് ബി എങ്ങനെ ഗ്രാഫ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ, കുറേ വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ സെക്ഷനിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കാം. താങ്ക് യു.